നോക്കൂ, ഈ വിഷയത്തെ അമേരിക്കയുമായി ചേർത്ത് പറയേണ്ടത് അനിവാര്യമാണ്. അതിലേക്ക് വരും മുമ്പ് ഒറ്റ ചോദ്യം കൂടി ശ്രീ ആദികേശവൻ. ഈ സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് 48,000 കോടിയുടെ വരുമാന നഷ്ടം അല്ലെങ്കിൽ വരുമാന ആഘാതം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ഈ GST പരിഷ്കരണം വന്നാൽ. അതായത് സാധാരണക്കാർക്ക് ഈ GST ആനുകൂല്യം ഉത്തേജനമാകുന്നു, അതേസമയം മറുവശത്ത് നികുതി വരുമാനത്തിൽ വലിയ ആഘാതമുണ്ടാക്കുന്നു. ഈ ആഘാതം നേട്ടമാകുന്നത് എങ്ങനെയാണ്? ശ്രീ കൃഷ്ണരാജ്, നമ്മൾ സർക്കാർ പറഞ്ഞ ഒരു കണക്കാണ് ഈ 48,000 അല്ലെങ്കിൽ 50,000 കോടി. അത് എന്തായാലും ഒരു ഇടിവ് വരും എന്നുള്ളത്. ടാക്സ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ വരുമാനം കുറയും. പക്ഷേ ഒരു അസംഷൻ, ഒരു തത്വം ഇതിൻ്റെ പിന്നിലുള്ളത്, ഈ നികുതി കുറയ്ക്കുന്നത് വഴി നമ്മുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കും, കമ്പനികൾക്ക് കൂടുതൽ സാധനം വിൽക്കുവാൻ സാധിക്കും, അവരുടെ ടേൺ ഓവർ കൂടും. അതുമൂലം ടേൺ ഓവർ കൂടുമ്പോൾ സർക്കാരിൻ്റെ കളക്ഷൻ ത്രൂ ടാക്സസ്, പ്രോഫിറ്റ്, ലാഭം കൂടും, അതിൽ നിന്നുള്ള ടാക്സസിൻ്റെ വരുമാനവും കൂടും എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടിയിട്ടുണ്ട്. പക്ഷേ ഇനി അഥവാ ഈ 48,000 കോടി കിട്ടാതെ പോകുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ 48,000 കോടി കുറവ് വന്നാൽ പോലും അതൊക്കെ ഇന്ത്യ ഗവൺമെൻറ് ഇന്നത്തെ സാമ്പത്തിക നില വെച്ച് നോക്കുമ്പോൾ വളരെ ഈസിയായിട്ട് തരണം ചെയ്യുവാനും ഡീൽ ചെയ്യുവാനും നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ മൊത്തം ടാക്സ് വരുമാനം എന്ന് പറയുന്നത് 28 ലക്ഷം കോടിയാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത് ബഡ്ജറ്റ് സമയത്ത്. കഴിഞ്ഞ വർഷം 23-24 ലക്ഷം കോടിയായിരുന്നു. അപ്പോൾ 48,000 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എത്രയാണ്, 2% മാത്രമേ വരുന്നുള്ളൂ. 2% ഇടിവ് വന്നാൽ പോലും നമ്മുടെ ധനക്കമ്മി 4.4 കൊണ്ട് എത്തിക്കും എന്നാണ് ബഡ്ജറ്റ് പറയുന്നത്. 2026 മാർച്ച് നമ്മുടെ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ ധനക്കമ്മി 4.4 എന്നുള്ള നിലവാരത്തിൽ കൊണ്ടെത്തിക്കും. അഥവാ കുറച്ച് വ്യതിയാനം വന്നാൽ പോലും സംഭവിക്കുന്നത് എന്താണ്, 4.4 പകരം 4.5, ഇനിയിപ്പോൾ 4.6 ആയാലും ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മുടെ ധനക്കമ്മി മറ്റുള്ള രാജ്യങ്ങളുടെ ധനക്കമ്മികളെ പോലെ തന്നെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ധനക്കമ്മി, നമ്മുടെ രാജ്യത്തിന് ധനക്കമ്മി കോവിഡ് കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഷം ധനക്കമ്മി 9% 9-ൽ നിന്ന് നമ്മൾ താഴോട്ട് 6-ൽ വന്നു, പിന്നെ 5.6-ൽ വന്നു, ഇപ്പം 4.4. പറഞ്ഞു വരുന്നത് ഈ 48,000 കോടി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ തോതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇത് അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഖ്യയേ അല്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ തോത്, ഒരു വർഷം കേന്ദ്ര ഗവൺമെൻറ് ചെലവാക്കുന്ന തുക 50 ലക്ഷം കോടിയാണ്. ആ 50 ലക്ഷം കോടിയിൽ ഒരു 40,000 50,000 വന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അടക്കം ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാന വീഴ്ച തന്നെയായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, പക്ഷേ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം ഇത് ഇന്നത്തെ നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർമാൻ പറഞ്ഞത്, അതായത് ഈ തീരുമാനം, ഇഫ് യു തിങ്ക് ഇൻ ടേംസ് ഓഫ് common use, on items of common use, rates need not be brought down because doing that will be a loss to my revenue, then say so. But nobody did that. ഇറ്റ് വാസ് എ യുനാനിമസ് ഡിസിഷൻ. അതായത് ഏതെങ്കിലും സംസ്ഥാനത്തിന് ആശങ്കയുണ്ടായിരുന്നു, എൻ്റെ വരുമാനം കുറയും, എൻ്റെ റവന്യൂ കുറയും, ഈ നികുതി കുറയ്ക്കുന്നത് കൊണ്ട് എൻ്റെ കളക്ഷൻ കുറയും ഉണ്ടായിരുന്നെങ്കിൽ അവർ ആ മീറ്റിങ്ങിൽ വെച്ച് പറയണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ തീരുമാനം യുനാനിമസ് ആയിരുന്നു, ഒരു ഡിസൻറ്റുമില്ലാതെ പാസ്സാക്കപ്പെട്ടു. അതായത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ അടക്കം ഈ വരുമാന വീഴ്ചയെ താൽക്കാലികമായിട്ട് കണ്ടുകൊണ്ട് ലോങ് ടേമിൽ ഇത് സമ്പദ്ഘടനയ്ക്ക് ഗുണം ചെയ്യും എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 1-2 കാര്യം മാത്രം പ്രൊഫസർ റോണി പറഞ്ഞതിനോട്, കാരണം കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ 10%, ഞാൻ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ എന്തെങ്കിലും വളർച്ച കുറഞ്ഞിരുന്നോ എന്നോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നുള്ള പ്രത്യേകിച്ചൊന്നും
ഞാൻ പറഞ്ഞില്ല. പക്ഷേ വളർച്ചയുടെ നിരക്ക് നാം നോക്കുമ്പോൾ 2004 തൊട്ട് 2014 വരെ ഏറ്റവും കൂടിയ വളർച്ചാ നിരക്ക് 2010 8.5%. അത് ശരിക്കും 2008 പ്രതിസന്ധിക്ക് ശേഷം വലിയൊരു ബൂസ്റ്റ്, ഒരു ഫിസ്ക്കൽ ഇൻസെൻറ്റീവും മോണിറ്ററി സപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ രാജ്യത്തിന് അന്ന് 8.5%. അതാണ് ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ്. ലോവസ്റ്റ് ആ സമയത്തുണ്ടായിരുന്നത് 2008 3%. പക്ഷേ 2-3 വർഷങ്ങൾ 2012 5.5, 2011 5.2. അപ്പോൾ കുറഞ്ഞതും കൂടിയതുമായ ഒരു വളർച്ചാ നിരക്കിൻ്റെ പാതയിൽ കൂടിയിട്ടാണ് അപ്പോഴും നാം കടന്നുപോയത്. ഈ ഒരു 10 വർഷത്തിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ സർക്കാരുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നെഗറ്റീവ് GDP-യിലേക്ക് നമ്മൾ പോയി. പക്ഷേ ഒരു കാര്യം നമുക്ക് നേട്ടമായി, ഇതൊരു സർക്കാരിൻ്റെ അല്ല, രാജ്യത്തിൻ്റെ നേട്ടമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രൊഫസർ റോണി, നമ്മുടെ വിലക്കയറ്റ നിലവാരം ആ 10 വർഷത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ കാര്യക്ഷമമായി നമുക്ക് പിടിച്ചു നിർത്തുവാൻ സാധിച്ചു.